ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നമ്മൾ ബട്ടർസ്കോച്ച് ഫ്ലേവറിൽ ഒരു അടിപൊളി ടേസ്റ്റിൽ ഒരു ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കാവുന്നതെന്നാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം ബട്ടർസ്കോച്ചിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ഫ്രൂട്ട് സാലഡ് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാവുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പാന് മീഡിയം ഫ്ലെയിമിലാണ് ചൂടാക്കിയേക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അനക്കാതെ വെക്കണം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര കാരമലൈസ് ആയിട്ട് വരുന്നത് കാണാം. പഞ്ചസാര കാരമൽ ആവാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെക്കണം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്ക് ചെറുതായിട്ട് ഇളക്കിയിട്ട് പഞ്ചസാര ഒന്ന് മുഴുവനായിട്ട് കാരമലാക്കി മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ പഞ്ചസാര മുഴുവൻ കാരമലായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് 1/2 കപ്പ് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി കശുവണ്ടി പരിപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കാരമൽ ഷുഗറും കശുവണ്ടിയും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പരന്ന പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോട്ടോ മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനൊരു ബട്ടർ പേപ്പറിലോട്ടാണ് ഇതിപ്പോൾ മാറ്റി വയ്ക്കുന്നത്. ഇനി ഇത് ബട്ടർ പേപ്പറിൽ മാറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് ഈ കാരമലൈസ്ഡ് നട്ട്സ് ചൂടാറുന്നതിന് വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. കാരമലൈസ്ഡ് നട്ട്സ് ചൂടാറുമ്പോഴേക്കും നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ 1/2 കപ്പ് ഷുഗർ എടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഉരുക്കിയെടുത്തിട്ട് കാരമലാക്കി എടുക്കാം. ആദ്യം പഞ്ചസാര കാരമലായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പഞ്ചസാര കാരമലാക്കി എടുക്കാം. നല്ല ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട് പഞ്ചസാര. ഇനി നമുക്കിതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ചേർക്കുന്ന ബട്ടർ സോൾട്ടഡ് ബട്ടറാണ്. അപ്പം സോൾട്ടഡ് ബട്ടർ അല്ല ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ബട്ടറിൻ്റെ കൂടെ ഞാൻ 1/4 കപ്പ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രഷ് ക്രീമാണ് ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബട്ടറും ക്രീമും കൂടെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പം നമ്മൾ ബട്ടർ ക്രീമും കാരമലും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ നട്ട്സും റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കാരമൽ സോസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ 2 പഴം ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കപ്പ് സൈസ് നോക്കുവാണെങ്കിൽ ഒരു 3/4 കപ്പോളം വരും ഇത്. ഞാൻ ചെറുപഴമാണ് എടുത്തേക്കുന്നത്, നേന്ത്രപ്പഴമല്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത മുന്തിരിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ പച്ച മുന്തിരി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ആപ്പിൾ മുറിച്ചത്, തോല് കളഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. അപ്പോൾ അത് കപ്പ് സൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 3/4 കപ്പോളം വരും. അപ്പോൾ 1 ആപ്പിളാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 1/2 കപ്പ് പോമഗ്രാനേറ്റ്. ഞാനിവിടെ ഈ 4 ഫ്രൂട്ട്സാണ് എടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ വേറെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കതും ചേർക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ചൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത കാരമൽ സോസിൻ്റെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പകുതി കാരമൽ സോസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് കവർ ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് വരെ നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അത്രയും നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചൂട് ആറാൻ വേണ്ടി വെച്ച കാരമലൈസ്ഡ് നട്ട്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒന്ന് ചെറുതാക്കി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കാരമലൈസ്ഡ് നട്ട്സ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചപ്പാത്തി കോല് വെച്ചോ അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തി കോല് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിയിൽ കറക്കുമ്പോൾ നല്ല നേർത്ത പൊടിയാവാതെ നോക്കുക. ജസ്റ്റ് ഒന്ന് പൾസിട്ടിട്ട് ഒരു പ്രാവശ്യം അല്ല 2 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം ഞാൻ ചപ്പാത്തി കോല് കൊണ്ട് മെല്ലെ ഇടിച്ചിടിച്ച് പൊടിക്കുക ചെയ്യുന്നത്. നമ്മൾ നട്ട്സ് നന്നായിട്ട് ഇപ്പോൾ ബട്ടർ സ്കോച്ചിൽ ഉള്ള പോലെ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക്
ഫ്രൂട്ട് സാലഡിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ 1.5 കപ്പ് ക്രീം എടുക്കുന്നുണ്ട്. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1.5 കപ്പ്. കൂടെ തന്നെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന കാരമൽ സോസ് അത് മുഴുവൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിഫ് പീക്സ് വരെ വേണ്ട, എന്നാലൊരു കുറച്ച് കട്ടിയിലായി വരണം. ഇപ്പോൾ കുറച്ച് സമയമെടുക്കും, എന്നാലും ഞാൻ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ കാരമലൈസ്ഡ് നട്ട്സ് ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ഭാഗം നമ്മൾ വെച്ചേക്കുന്നത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാരമലൈസ്ഡ് നട്ട്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വിപ്പ് ക്രീം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കാരമലൈസ്ഡ് നട്ട്സിൻ്റെ ബാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പം നമ്മൾ വിപ്പ് ചെയ്തെടുത്ത ക്രീമും കൂടെയുണ്ട്. നമുക്കിതെല്ലാം കൂടെ സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഫ്രൂട്ട് സാലഡ് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്രൂട്ട് സാലഡിൻ്റെ ബൗൾ ഉണ്ടെങ്കിൽ അതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി നേരിയതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്ട്രോബെറീസ് ഇങ്ങനെ ഞാൻ സൈഡിലിങ്ങനെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബട്ടർസ്കോച്ചിൻ്റെ ക്രീം ഫില്ല് ചെയ്യണം. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് കാരമലൈസ്ഡ് ഫ്ലേവറിൽ ഫ്രൂട്ട്സ് നമുക്ക് ഫില്ല് ചെയ്യണം. അതിൻ്റെ മേലെ നമുക്ക് ബട്ടർസ്കോച്ച് ക്രീമും ഒന്നുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാരമലൈസ്ഡ് നട്ട്സ് കുറച്ചിടുന്നുണ്ട്. പിന്നെ ഗ്രേപ്സ്, പിന്നെ 2 സ്ട്രോബെറി വെച്ചിട്ട് ഒരു ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 3ഉം ഇങ്ങനെ ലെയറായിട്ടാണ് ഞാനിങ്ങനെ വെച്ചേക്കുന്നത്. നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ നമ്മൾ ഫ്രൂട്ട്സ് ഈ ക്രീമിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ നോക്കുക. നമ്മൾ ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക, പിന്നെ ക്രീമും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് ഫ്ലേവറിലുള്ള ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.